വരുന്ന ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസും വരുന്ന ആഴ്ച ഫോക്കസ് ചെയ്യാവുന്ന ചില സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഉയർന്ന അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോഴും വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 1.92% ഉയർന്ന് 22,828 ക്ലോസിംഗ് നൽകിയിരുന്നു. കൂടാതെ വീക്കിലി ബേസിസിൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ നേരിയ ഇടിവോടുകൂടിയാണ് മാർക്കറ്റ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. ഏപ്രിൽ മാസത്തെ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇനി സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറും IT സെക്ടറിലും കഴിഞ്ഞ ആഴ്ച സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ഫിനാൻസ് സെക്ടർ 0.9% ഇടിഞ്ഞപ്പോൾ IT സെക്ടർ 2%-ലേറെയാണ് ഇടിഞ്ഞത്. ഇതുകൂടാതെ മെറ്റൽ, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. അതേസമയം FMCG, എനർജി തുടങ്ങിയ സെക്ടറുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇനി നിഫ്റ്റിയുടെ ചില പ്രധാനപ്പെട്ട ലെവലുകൾ മനസ്സിലാക്കാം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 22,828 മാർക്കറ്റ് ക്ലോസിംഗ് നൽകി. ഇവിടെ 22,900 മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 20-യുടെ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് 23,200 വരെയുള്ള സോൺ, അതായത് 22,900 മുതൽ 23,200 വരെയുള്ള സോണിൽ മാർക്കറ്റ് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് നേരിടാനുള്ള സാധ്യതയുമുണ്ട്. 23,200 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു ബുള്ളിഷ് റാലി ആരംഭിക്കാനും 23,400, 23,800 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് ഉയരാനും സാധ്യതയുണ്ട്. ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 22,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. വീക്ക്ലി ബേസിസിൽ 22,300 ആയിരിക്കും ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഓൾ ടൈം ലോയിൽ നിന്നും, അതായത് 2024 ജനുവരി മാസത്തെ ഓൾ ടൈം ലോയിൽ നിന്നും മാർക്കറ്റിൽ ഒരു റിക്കവറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ പാറ്റേണാണ് ഫോം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. RBI 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ, അതായത് ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ചയിലേക്ക് നമ്മൾക്ക് പരിഗണിക്കാവുന്ന ബാങ്കിങ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും 2%-ഓളം ഉയർന്ന് 2,100 രൂപയ്ക്ക് മുകളിൽ ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. റീസെൻ്റ്ലി കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വരികയും അതിനുശേഷം സ്റ്റോക്കിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സ്റ്റോക്ക് അതിൻ്റെ ഡിമാൻഡ് സോണിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 2,100 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നും നമ്മൾക്ക് അപ്സൈഡിലേക്കുള്ള ഒരു മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇവിടെ സ്റ്റോക്കിൻ്റെ RSI 57.6 അടുത്താണുള്ളത്. അതായത് RSI ബൈയിങ്ങിനെ അല്ലെങ്കിൽ ബൈയിങ് സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. MACDയും ഒരു പോസിറ്റീവ് ക്രോസ് ഓവറോട് കൂടി അപ്സൈഡിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2,000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 2,100 മുകളിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ വാങ്ങാവുന്നതാണ്. 2,200, 2,325 പോലുള്ള ടാർഗറ്റുകളാണ് സ്റ്റോക്കിൽ എയിം ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ONGC. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ONGC. ONGC എന്ന സ്റ്റോക്ക് 52 വീക്ക് ലോയിൽ നിന്നും ശക്തമായ റിക്കവറി കാണിച്ച് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. സ്റ്റോക്കിൽ ഡൗൺ സൈഡ് റിസ്ക്കും വളരെ കുറവാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 230 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ONGC ക്ലോസിംഗ് നൽകിയത്. 235 ONGC എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് പൊസിഷൻ എടുക്കാം. ഇവിടെ നിന്നും 245, 255 പോലുള്ള ടാർഗറ്റുകൾ ONGCയിൽ എയിം ചെയ്യാവുന്നതുമാണ്. ഇനി ഒരൽപ്പം വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്കിന് 300 പോലുള്ള ടാർഗറ്റുകളും എയിം ചെയ്യാം. കാരണം 345 രൂപയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നാണ് ONGC ഇടിഞ്ഞ് ഇപ്പോൾ 230 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത്. ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. കൂടാതെ 20-യുടെ 50-യുടെ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തേക്ക് സ്റ്റോക്ക് നീങ്ങുകയാണ്. ഈ റേഞ്ചിൽ നിന്നും ഈ റേഞ്ചിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇവിടെ 220 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. 220 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 255, 270 പോലുള്ള ടാർഗറ്റുകൾ ONGCയിൽ എയിം ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്